ഇത് ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് 1938 എഴുത്ത് കഴിഞ്ഞ് 39 പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പാണ് പബ്ലിഷ് ചെയ്തത്. ഇത് എഴുതിയ വ്യക്തി JD ബർണാലാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് നമുക്കിവിടെ കാണാം. പ്രസാധകർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെയാണ്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ഒരുപാടധികം സമൂഹത്തിൽ ശാസ്ത്രം പ്രചരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തരം മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇത്തരം പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച JD ബർണാലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് വിവർത്തനം ചെയ്ത MC നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം തന്നെയാണ് JD ബർണാലിൻ്റെ ശാസ്ത്രം ചരിത്രത്തിൽ അഥവാ സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന JD ബർണാലിൻ്റെ അതിപ്രശസ്തമായ പുസ്തകം. ഇതിലേറെ പ്രശസ്തമാണ് ആ ഒരു പുസ്തകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വ്യക്തി JD ബർണാൽ എന്നുള്ളത് ബ്രിട്ടീഷുകാരനായ ഒരു ചരിത്രകാരനും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് JD ബർണാൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്ന പുസ്തകം എത്തരത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വായിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മുഖവുര നമ്മൾ പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്കൊരു സമൂഹത്തെ ഒരു ശാസ്ത്രാവബോധത്തിൻ്റെ നെറുകയിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് അതൊരു ബിസിനസ് സ്ട്രാറ്റജി പോലെ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ അവരെ അത് ഫലിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു വളരെ മികച്ച ഒരു ഗൈഡൻസ് പുസ്തകമായിട്ട് ഇതിനെ ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലുള്ളവയല്ല. അത് ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വെച്ച് ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം നമ്മളെപ്പോഴും പറയുന്നത് പോലെ, നമ്മളെപ്പോഴും പറയാമല്ലോ, ശാസ്ത്രത്തിൻ്റെ, അതായത് ശാസ്ത്രം എന്നുള്ളത് എപ്പോഴും മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ എന്നും ശാസ്ത്രം കൊണ്ട് നമുക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ശരിക്കത്. തെറ്റിദ്ധാരണ നമ്മളെപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം നമ്മൾ കാണുന്ന ശാസ്ത്രം ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരിലും അത് പടർത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കണ്ണിൽ എപ്പോഴും ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നിക്കോള ടെസ്ല ഇരിക്കുന്നത് പോലെ ഒരു ടെസ്ല കോയിലോ അല്ലെങ്കിൽ മേരി ക്യൂറിയെ പോലെ ഒരു ക്ലോണിക്കൽ ഫ്ലാസ്കോ പിടിച്ച ഒരാളെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരിക. പക്ഷേ ശാസ്ത്രം എന്നുള്ളത് അതിൻ്റെ എത്രയോ മുമ്പ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിറകെ നടക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയെ തന്നെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി എന്നുള്ളത് മനുഷ്യൻ എക്കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്കാലത്തും ശാസ്ത്രത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു സാമൂഹിക ധർമ്മം അല്ലെങ്കിൽ സമൂഹത്തോട് ചെയ്യാനുള്ള കടമകൾ എക്കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതിൽ പറയുന്ന ഒറ്റൊരു ഉദാഹരണം കൊണ്ട് തന്നെ എനിക്കത് പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ഭാഗം തന്നെയാണ്. അത് ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ശാസ്ത്രം എന്നുള്ളത് നമ്മളെപ്പോഴും നല്ലതിനായിട്ട് നമ്മൾ കരുതിപ്പോരുന്ന ഒരു സംഭവമാണ്. കാരണം ശാസ്ത്രം എന്നുള്ളത് എല്ലാ കാലത്തും നന്മയ്ക്കുള്ളതല്ല എന്നുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ വാദത്തെ ഞാൻ തീർച്ചയായിട്ടും അനുകൂലിക്കുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കൊറോണ പോലുള്ള മഹാമാരികൾ അല്ലെങ്കിൽ ഒരുപാടധികം വന്നു പോയിട്ടുണ്ട് മനുഷ്യൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ ഇത്തരമുള്ള മഹാമാരികളിലെല്ലാം തന്നെ ശാസ്ത്രം എപ്പോഴും അവർക്ക് കൂട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എപ്പോഴും അവരൊരു നല്ല രീതിയിലാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഏറ്റവും കൂടുതൽ നാശം വരുത്താനുള്ള കാരണം, ഏറ്റവും കൂടുതൽ ആൾനാശവും ഏറ്റവും കൂടുതലധികം സമ്പത്തുകളുടെ നഷ്ടവും വരുത്താനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ശരിക്ക് നിങ്ങൾക്ക് ഓപ്പൺഹൈമർ എന്ന സിനിമയൊക്കെ കണ്ടാൽ നമുക്കതും കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അദ്ദേഹമൊക്കെ അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ്. റോബർട്ട് ജെ ഓപ്പൺഹൈമർ എന്ന് പറയുന്നത് അമേരിക്കൻ ഒരു ഫിസിസ്റ്റാണ്. അദ്ദേഹം അമേരിക്കയിൽ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുവന്നതിന് ഏറെയധികം ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരുപാടധികം അഭിനന്ദനങ്ങൾ നേടി അവരുടെ ശാസ്ത്രജ്ഞരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും ഒരുപാടധികം അവാർഡുകളും മറ്റും ഏറ്റുവാങ്ങിയൊരു വ്യക്തിയാണ്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പ്രശസ്തി ആർജിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മൂലം അദ്ദേഹം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി അദ്ദേഹം സൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എക്കാലത്തെയും വിനാശകരമായ ഒരു ആയുധമായ അറ്റോമിക് ബോംബ്, നമ്മൾ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന, അതായത് വൈദ്യുത ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന
ഈ ഒരു അറ്റോമിക് ആയിട്ടുള്ള തിയറികളെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള എലമെൻറ്റുകൾ വെച്ച് കത്തിച്ചതിന് ശേഷം ഊർജം പ്രവർത്തിപ്പിക്കുന്ന സംഗതിയെ അതെങ്ങനെ ഒരു വിനാശകരമായ വസ്തു ആക്കാം എന്നുള്ളത് അദ്ദേഹം ശാസ്ത്രത്തിന് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഒരിക്കലും ഈ ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം നമ്മൾ കരുതുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് തീർത്തും ദ്രോഹമാണ്. എത്ര ആളുകൾ അന്ന് മരിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു ദ്രോഹമാണ് സത്യത്തിൽ അന്ന് ചെയ്തത്. അല്ലാതെ ശാസ്ത്രം കൊണ്ടുള്ള വികസനമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്നുള്ളത് യുദ്ധത്തിൻ്റെ സമയത്തും മഹാമാരികളുടെ സമയത്തും വ്യത്യാസപ്പെടുന്നത് നമുക്ക് തീർത്തും ഒരു ഇടതടവില്ലാതെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സാഹചര്യത്തിലും ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെയും, ശാസ്ത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രജ്ഞരുടേത് തന്നെയാണ്, അവരുടെ ധർമ്മം എന്നുള്ളത് നമുക്ക് മാറ്റാനായിട്ട് അല്ലെങ്കിൽ മാറാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ധർമ്മത്തിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സയൻസ് എന്നുള്ളത് ഒരു സമൂഹത്തിൽ കൃത്യമായ ഉദ്ദേശത്തോടെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർത്തും വിനാശകരമായ ഒന്നായി മാറാനിടയുള്ള ഒന്നാണ് സയൻസ് എന്ന് ഈ ഒരു പുസ്തകം വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലായി. അതെൻ്റെ മാത്രം അഭിപ്രായമാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ മറ്റു ചില അഭിപ്രായങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു നിഷ്കർഷ പാലിച്ച് എഴുതിയ പുസ്തകമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജെ.ഡി. ബർണാലിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എഴുതുന്നു, അല്ലെങ്കിൽ ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ ചർച്ചയ്ക്ക് വിടുകയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ. അതായത് എത്തരത്തിലെല്ലാം, പ്രത്യേകിച്ച് സാമൂഹ്യ ശാസ്ത്രകൃതികളെല്ലാം തന്നെ അങ്ങനെയാണ്. അതിപ്പോൾ ചരിത്രത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ എല്ലാ കൃതികളും അങ്ങനെ തന്നെയാണ്. കാരണം അവരതിൻ്റെ ഒരു ത്രെഡ് നമുക്ക് തരുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മുടെ ചർച്ചയ്ക്ക് വിടുകയാണ്. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ശാസ്ത്രം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതായത് വായനക്കാരുടെ കാഴ്ചപ്പാടിലേക്ക് എഴുത്തുകാരൻ ഈ ഒരു പുസ്തകത്തിലൂടെ ഈ ഒരു കൃതിയെ വിടുകയാണ്. ഈ ഒരു പുസ്തകം എന്നുള്ളത് ഞാൻ എല്ലാ തരക്കാരായ ആളുകൾക്കും ശരിക്ക് വായിക്കണമെന്ന് പറയില്ല. കാരണം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയും, അല്ലെങ്കിൽ വായിച്ചിഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. കാരണം ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമുക്ക് ഒരു സാമൂഹ്യ പരിവർത്തനത്തിനും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കാരത്തിനും ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന എല്ലാ വായനക്കാരും, എല്ലാ വ്യക്തികളും എന്ന് പറയുന്നില്ല, എല്ലാ വായനക്കാരും ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളാകണമെന്നോ അല്ലെങ്കിൽ ശാസ്ത്രം പ്രചരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വായിക്കുന്ന ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ജെ.ഡി. ബർണലിൻ്റെ ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് തീർത്തും വളരെയധികം ഗൗരവകരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും എല്ലാ തരത്തിലും അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമായതിനാൽ തന്നെ അതിനെപ്പറ്റി ഒരു അവബോധമില്ലാത്ത ഒരാളുകൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവാത്തത് കാരണം എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ കഴിയായികയൊന്നുമില്ല, അതൊരിക്കലും നമ്മളൊരാളോട് പറയാൻ കഴിയില്ല. കാരണം അത് അദ്ദേഹത്തിനെ താഴ്ത്തുന്നത് പോലെ ആയിപ്പോകും. പക്ഷേ ഒരിക്കലും ഒരാൾക്ക് വായിക്കാൻ കഴിയുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ എല്ലാവർക്കും ആസ്വാദികരാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ള പുസ്തകം, ശാസ്ത്രത്തിൻ്റെ ഒരു സാമൂഹിക തരത്തിലുള്ള പരിഷ്കരണം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട് ഒരു സമൂഹത്തെ പരിവർത്തനത്തിന് വിധേയരാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ്. അത് എൻ്റെ ഒരു ആഗ്രഹമായി തന്നെ നിങ്ങൾ പരിഗണിക്കണം. കാരണം അത്രമേൽ നമുക്ക് വിവരങ്ങളും അത്രമേൽ നമ്മുടെ സാമൂഹിക ചിന്തയെയും ഉണർത്താനായിട്ട് എന്നെ സഹായിച്ച, നിങ്ങളെയും സഹായിക്കാൻ പോകുന്ന ഒരു പുസ്തകമാണ് ശാസ്ത്രത്തിൻ്റെ സാമൂഹിക ധർമ്മം എന്നുള്ളത്. അതിനാൽ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു മുഖവുര മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. കാരണം ഇതിന് ഒരുപാടധികം അധ്യായങ്ങളും ഒരുപാടധികം ഉള്ളടക്കവും ഉള്ളൊരു പുസ്തകമാണ്. കാരണം നമ്മുടെ എല്ലാം അഭിപ്രായത്തിലേക്ക് വിടുമ്പോൾ അദ്ദേഹം ഒരു കാര്യം തന്നെ ഒരുപാട് തവണ പറയേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ പല പല മേഖലകളിൽ നിന്നും, അതായത് ഉദാഹരണം ഞാൻ ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഗവേഷണത്തിൻ്റെ പുനഃസംഘാടനം എന്നുള്ള ഒരു മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ശാസ്ത്രവും സാമൂഹിക പരിവർത്തനവും അതൊരു മേഖലയാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ വിജ്ഞാന വിനിമയം അത് മറ്റൊരു മേഖലയാണ്. അതുപോലെ തന്നെ ഒരുപാടധികം മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് സോഷ്യൽ ഫങ്ഷനിങ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ. മൊത്തം 448 പേജുള്ള ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും തന്നെ വായിച്ചിരിക്കണം. വായിച്ചതിന് ശേഷം എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വായിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.